ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിലെ പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം പ്രാർത്ഥിക്കുന്നുണ്ട്: നോമ്പ് മനുഷ്യരെ മാലാഖമാരെ പോലെ ആക്കുന്നു എന്നുള്ളത്. ഈ നോമ്പുകാലം ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ ആയിത്തീരുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണിത്: നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. 1, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്ന്. ഈ നോമ്പുകാലം ദൈവം മുമ്പാകെ നിരന്തരമായി പ്രാർത്ഥിക്കുവാനുള്ള സമയമായിട്ട് നമുക്ക് വേർതിരിക്കാം. 2-മതായിട്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. 40 നാൾ ഉപവസിച്ച യേശു തമ്പുരാൻ്റെ അടുക്കൽ സാത്താൻ പലതരത്തിലും പ്രലോഭനങ്ങളുമായി ചെല്ലുമ്പോൾ അതിനെ ദൈവിക വചനങ്ങളാൽ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 3-മതായി ദൈവികരായി തീരുന്നതിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യരെ ദൈവികരാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ഒരു ദൈവം. ആ ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി അനുതാപത്തോടെ ആത്മവിശുദ്ധിയോടെ നോമ്പിനെ സമീപിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.